ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ കുടജാദ്രി ട്രിപ്പ് എന്ന് പറയുന്നത്. മൂകാംബി ക്ഷേത്രത്തിൽ നിന്നും ഒരു 6 മണിയോടെ തുടങ്ങുന്ന ജീപ്പ് സർവീസിലൂടെ മാത്രമേ നമുക്ക് കുടജാദ്രിയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കുടജാത്രയിലേക്ക് നമ്മൾ കയറി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മൾ 70 രൂപ അടച്ചിട്ടാണ്, ഓരോരുത്തരും 70 രൂപ വെച്ചിട്ടാണ് പിന്നെ ഓഫ് റോഡ് തുടങ്ങാം. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറോളം ഉണ്ട്. മൊത്തത്തിൽ ജീപ്പ് ചാർജ് വരുന്നത് 470 രൂപയാണ്. 400 രൂപ ജീപ്പിനും 70 രൂപ ചെക്ക് പോസ്റ്റിലേക്കാണ്. അളിയനും അളിയൻ്റെ വൈഫും ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഈ യാത്ര തുടങ്ങിയത്. ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് ഒരു ചെറിയ അമ്പലത്തിലേക്കാണ്. ഇനി നമുക്ക് മുകളിലേക്ക് ഒരു അരമണിക്കൂർ നടന്ന് സഞ്ചരിക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് സർവജ്ഞപീഠത്തിലേക്ക് എത്താൻ പറ്റുന്നത്. മുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. അതുമല്ല, ഈ വെളുപ്പാരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും ആ സൂര്യപ്രകാശത്തിൻ്റെ ആ ചൂടും, ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രഷ് മൈൻഡാണ് മുകളിൽ ചെല്ലുന്നത്. മുകളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ഇപ്പം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ ഉള്ളിൽ. പിന്നെ ഒട്ടും ആയാസപ്പെടാതെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. മേളിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ സർവജ്ഞ പീഠം കാണാനുള്ള ആഗ്രഹമായിരുന്നു. അതുമാത്രമല്ല, മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഈ മനോഹരമായ ഈ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ കണ്ടു നിന്നു പോകും. രാവിലെ ആയതിനാൽ നല്ല കോട ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റി. മുകളിലേക്ക് കയറി പോകുന്തോറും തന്നെ നമുക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. നമ്മളെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അരവിന്ദൻ്റെ അതിഥികളിൽ ആ സിനിമയിൽ അജു വർഗീസ് പറയുന്നത് പോലെ 90 വയസ്സുള്ള അമ്മാമ്മമാരെ വരെ കയറി പോകുന്നു എന്നുള്ളത് ആ സിനിമയിൽ ആ ഡയലോഗ് ഇപ്പം നമുക്കത് കണ്ടപ്പോഴത്തേക്ക് കറക്റ്റ് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കാട്ടി സ്പീഡിൽ ഈ പ്രായമായവർ കയറി പോവുകയായിരുന്നു. അവരുടെ കൂടെ തന്നെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് മേളിലോട്ട് കയറി പോകാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ഇരുന്ന് ഒക്കെ ആയിരുന്നു ഞാനൊക്കെ കയറിപ്പോയത്. എനിക്കങ്ങനല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കാഴ്ചകളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ കോടയും ആ മേഘങ്ങളും ആ മലകളും ആ ചെടികളും ആ പാറക്കെട്ടുകളും ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒരു എന്താ പറയുക, ഒരു സമാധാനവും സന്തോഷവും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളവിടെ പോയി ഈ കാഴ്ചകളൊക്കെ കാണണം. വളരെ ഭംഗിയാണ് അവിടുത്തെ ആ രാവിലത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ വളരെ ഭംഗിയായ ഒരു കാഴ്ചയാണ്. എന്തെന്നാൽ ഇതിന് ശേഷം നമുക്ക് വരുന്ന ഒത്തിരി പേരുണ്ട്. 6 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഒരു 8-9 മണിക്ക് ശേഷം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 6 മണി അല്ലെങ്കിൽ 6:30 കൂടി നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ മഞ്ഞും ആ കോടമഞ്ഞിറങ്ങുന്നതും
മലകളിലൂടെ ആ കോടമഞ്ഞ് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ടൈമാണ് ഈ പറഞ്ഞതുപോലെ ഈ 6:30-7 മണി ഈ ടൈമൊക്കെ. 9 മണി ശേഷം അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ആളുകളാണെങ്കിൽ ഈ കോടമഞ്ഞിറങ്ങുന്നതോ അല്ലെങ്കിൽ ഈ മഞ്ഞും ഇതൊന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നല്ല വെയിലായിരിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ട് കയറുമ്പോൾ നല്ല സൂര്യനെ നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. എന്തെന്നാൽ ആ ടൈമിൽ നല്ല ആ മഞ്ഞ് ഉള്ള അല്ലെങ്കിൽ ആ കോട ഇറങ്ങുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വന്നില്ല. പിന്നെയെന്ന് പറയുമ്പോൾ സർവജ്ഞ പീഠത്തിലേക്കുള്ള ആ യാത്രയിൽ അടുത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഈ മല കയറി നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ എല്ലാ ഭക്തജനങ്ങളിലും അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം, ആ സർവജ്ഞപീഠം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിലെത്തി, അവിടെ ഒന്ന് ഇരുന്നു, തൊഴുതു, കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ച് മൂകാംബി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ മടങ്ങി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.